രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിൻ്റെ സൂചന നൽകി മുൻമന്ത്രി കെ ടി ജലീൽ. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്ന് ജലീൽ. താൻ വിരമിക്കൽ മൂഡിലാണെന്നും നാളെ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൽ ജലീൽ പറയുന്നു. പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കഴിവിൻ്റെ പരമാവധി നൽകുമെന്നും ജലീൽ. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, വിവരങ്ങൾ. അനിൽ നമ്പ്യാർ, പി.വി. അൻവർ ഉയർത്തിവിട്ട ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ കെ ടി ജലീലിന്റെ പുസ്തകം നാളെ പുറത്തിറങ്ങുന്നത്. താൻ വിരമിക്കൽ മൂഡിലാണെന്ന് കെ ടി ജലീൽ ഈ പുസ്തകത്തിൽ പറയുന്നു. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പേരിൽ അദ്ദേഹം തന്നെ രചിച്ച പുസ്തകത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉള്ളത്. നാളെ രാവിലെ 10 മണിക്കാണ് പുസ്തകത്തിന്റെ പ്രകാശനം. ജോൺ ബ്രിട്ടാസ് നിർവഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തന്നെ വളാഞ്ചേരിയിലാണ് പുസ്തക പ്രകാശനം നടത്തുന്നത്. പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കാലം താൻ ഈ പാർട്ടിക്ക് സേവനം നൽകും എന്നും അദ്ദേഹം പറയുന്നു. CPM-ന്റെ സഹയാത്രികനായി തുടരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യം, ന്യൂജൻ കൂടുതൽ കടന്നു വരട്ടെ, തനിക്ക് കസേരയോട് വലിയ താല്പര്യമില്ല, കാരണം കസേര ഒഴിഞ്ഞു കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിയമനിർമ്മാണ സഭകളിൽ കിടന്ന് മരിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അധികാരങ്ങൾക്ക് പിറകെ പോകാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. ഇത് കൃത്യമായ ഒരു സൂചന കൂടിയാണ് CPM-ന് നൽകുന്നത്. കാരണം നിലവിൽ പി.വി. അൻവർ ഉയർത്തിവിട്ട നിരവധി വിവാദ വിഷയങ്ങൾ ഉണ്ട്. ആ വിവാദ വിഷയങ്ങളിലെല്ലാം തന്നെ കെ ടി ജലീൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെ അറിയിച്ചിരുന്നു. പലപ്പോഴും പി.വി. അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു കെ ടി ജലീലിന്റെ ഈ പരാമർശങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ കെ ടി ജലീൽ ഇത്തരത്തിൽ ഒരു പുസ്തക പ്രകാശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം കൃത്യസമയത്ത് തന്നെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന്റെ സൂചന നൽകി മുൻമന്ത്രി കെ ടി ജലീൽ. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം, താൻ വിരമിക്കൽ മൂഡിലാണെന്നും കെ ടി ജലീലിന്റെ പുസ്തകം നാളെ പ്രകാശനം ചെയ്യപ്പെടും. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.